ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഡാന. വെൽക്കം ടു മൈ അനദർ വീഡിയോ. ഗൈസ്, ഇന്ന് ഞങ്ങളുടെ അച്ചാച്ചൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി രാവിലെ പള്ളിയിൽ പോകാൻ പോവുക. ആൻഡ് ഓൾസോ വി പ്ലാൻഡ് എ സ്മോൾ സർപ്രൈസ് ഫോർ ഹിം. അപ്പോൾ ലെറ്റ്സ് ഡു ഇറ്റ് ഗൈസ്. അച്ഛാ വരുക, കുർബാന രൂപം പെട്ടെന്ന് പെട്ടെന്ന്. പോവാം. ഞങ്ങൾ അച്ഛൻ്റെ സർപ്രൈസ് പാർട്ടി പ്ലാൻ ചെയ്യുകയാണ്. സോ ഞങ്ങൾക്ക് അറിയത്തില്ല എവിടെ വരെ എത്തിച്ചെന്നെത്തുന്നത്. കാരണം അച്ഛൻ ഇന്ന് ഇവിടെ തന്നെ ഉണ്ട്, ഒരിടത്തും പോകുന്നില്ല അല്ലേ, അപ്പോൾ ഒരിടത്തും പോകുന്നില്ല. അതുകൊണ്ട് സർപ്രൈസ് പ്ലാൻ ചെയ്യുന്ന കുറച്ച് എന്താ പറയുക ഡിഫിക്കൽട്ടാണ്. പക്ഷേ വി വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ. 10 മണിക്ക് വിനു അച്ചാച്ചൻ വരും. 10 മണിക്ക് നിങ്ങൾ ഇവിടുന്ന് സ്കൂട്ടായിക്കോണം കേട്ടോ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഡെക്കറേഷൻ പരിപാടികളൊക്കെ കസിയ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കണം. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും. ഇന്ന് നമ്മൾ പരിപാടികളൊന്നും പപ്പയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് നമുക്ക് ഒരു ഇമേജ് വരുത്തണം, മനസ്സിലായ? ലൈക്ക് വി ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് കാണിക്കണം. നമ്മൾ രാവിലെ പള്ളിയിൽ പോയിട്ട് തിരികെ കത്തിച്ചല്ലോ, അത് മതിയെന്ന്. പക്ഷേ വൈകിട്ട് എന്നാലേ പപ്പയ്ക്ക് ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞു, തിരി കത്തിച്ചു, പ്രാർത്ഥിച്ചു. വെൽക്കം ടു 39. എനിക്ക് കേക്ക് ഒന്നും കിട്ടിയില്ല. എങ്ങനെ കേക്ക് എനിക്ക് കേക്ക് മുറിക്കണം. കേക്ക് മുറിക്കണം. 39 എന്ന് എഴുതിയ കേക്ക് മുറിക്കണം. ഹായ് ഹായ് ഹായ്. പുതിയ ഉടുപ്പൊക്കെ ഇട്ട് എവിടെ പോണ് കെസി? ഞാനാണ് പപ്പയുടെ ഈ ഷർട്ട് സെലക്ട് ചെയ്തത്. അല്ലേ, ഈ കളർ ഞാനല്ലേ സെലക്ട് ചെയ്ത. സംഭവം തുറന്ന് സമ്മതിക്ക്. പക്ഷെ നല്ല കിടില വെച്ചാ ഗൈസ്. ഇതാണ് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ പുത്തനുടുപ്പ്. കറങ്ങ് കറങ്ങ്. അങ്ങനെ കൊള്ളാം അച്ഛ. സെറ്റ് കളർ. ആക്ച്വലി ഈ കളർ അച്ഛനാണ് അടിപൊളിയായിട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മുടെ കെസിയും ലിയോണും ഇരുവരത്തോട്ട് വിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സർപ്രൈസാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കേക്കൊക്കെ ഞങ്ങൾ വാങ്ങിക്കുമെന്ന് അച്ഛൻ നേരത്തെ അറിയാം. അതുകൊണ്ട് കേക്ക് വേണം, എനിക്ക് ബ്രൗണി മതി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ. അപ്പം ഞാൻ വിചാരിച്ചൊരു ബ്രൗണി എന്തായാലും സെറ്റ് ചെയ്യാം. അതെന്തായാലും വീട്ടിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും അച്ഛൻ കാണും. പിന്നെ സർപ്രൈസ് എന്ന് പറയാനായിട്ട് ഞാൻ ചെറിയൊരു ഒരു മന്തി പാർട്ടിയാണ് ഈവനിങ്ങിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നമ്മളിവിടെ മന്തി മനസ്സിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫുൾ മന്തി വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഒരു 6-7 പേരുണ്ട് വീട്ടിലെ ഫാമിലി എല്ലാവരും കൂടി ചേർത്തിട്ട്, പിന്നെ മമ്മിയുണ്ട്. അപ്പോൾ എന്തായാലും എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും വി ആർ പ്ലാനിങ് എ സർപ്രൈസ് ഫോർ ഹിം. അച്ഛൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെറിയ സർപ്രൈസ് കൊടുക്കുന്നത്, കേക്ക് മുറിക്കാനൊക്കെ. ഒന്നും വേണ്ട, എനിക്ക് ഒന്നും വേണ്ടെന്ന് ഇങ്ങനെ പറയുമെങ്കിലും ആക്ച്വലി ഹി റിയലി ലൈക്ക് ഓൾ ദോസ് തിങ്സ്. അപ്പം ലെറ്റ്സ് സീ. എന്തോ അച്ഛപ്പോൾ പറഞ്ഞ ഓഫീസിലെ ബർത്ത്ഡേ കേക്കിൽ എൻ്റെ പേര് എന്തോന്നു അച്ഛൻ ഇത്രയും മുതുക്കായിട്ട് അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം മാറിയിട്ടില്ലല്ലേ? കേക്ക് മുറിക്കണം, മിഠായി വേണം, സർപ്രൈസ്. നിങ്ങൾ ബ്രൗണി വിടത്തില്ലേ? ഭയങ്കര മധുരം അച്ഛാ ബ്രൗണി. എന്താ വെച്ച് കഴിച്ചോളാന്ന്? എന്താ 2 കിലോ ബ്രൗണി 30 പീസ് വേണം അല്ലേ? ചില്ലറ ആഗ്രഹമൊന്നും അല്ലല്ലേ അച്ചാച്ചൻ്റെ? ബ്രൗണി മതിയെ ഇന്നലെ മുതലേ കിടന്ന് പറയുന്നതുകൊണ്ട് ഞാൻ 2 കൽപ്പിച്ച അടിപൊളി ഒരു ചോക്ലേറ്റ് ഫഡ്ജി ചുവി ബ്രൗണി തന്നെ ഉണ്ടാക്കി ഗൈസ് അച്ഛന് വേണ്ടിയിട്ട്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി കൊടുക്കാൻ പോകുന്ന സർപ്രൈസിനെ കുറിച്ച് അച്ഛന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഏകദേശം 7 മണിയായി. നമ്മുടെ കഫേയിലെ ഓർഡേഴ്സൊക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി നമുക്ക് ഈ ബ്രൗണിയൊക്കെ ആയിട്ട് ഇരുവരത്തോട്ട് പോകണം. അവിടെയാണ് നമ്മളെല്ലാവരും സർപ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനെ ഒരുക്കി ഇറക്കുന്നതാണ് ഗൈസ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. ഓക്കെ ആയാ? ഇനി ഇറങ്ങാവോ? അങ്ങോട്ട് ഇറങ്ങങ്ങോട്ട്. നടക്കാൻ. എൻ്റെ മാതാവേ, എൻ്റെ മമ്മി ഈ സാധനത്തിന് പോയിട്ട് വരാട്ടാ. ഓട്. അവിടെ എന്തായിരുന്നു ബ്ലോക്ക്? ഇപ്പം ഇങ്ങോട്ട് നടന്നു വരും. ഇറങ്ങോട്ട് പോ. വണ്ടിയിട്. എൻ്റെ അച്ഛൻ നിങ്ങൾ ഒരിടത്ത് കൊണ്ടുപോകുന്നത് ഒരു ടാസ്ക് ആണല്ലോ അച്ഛാ. എനിക്ക് കൊച്ചു കൊച്ചിനെ പോലെയാ അച്ഛൻ.
വീട്ടിലോട്ട് പോകുന്ന വഴി ഞാൻ ജസ്റ്റ് നമ്മുടെ കഫേയിലോട്ടൊന്ന് കയറി ഇന്നത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ നോക്കാൻ വേണ്ടിയിട്ട് അത് എനിക്ക് തന്നെ വരയതേ ഇരിക്കുന്ന അവിടെ കട്ട്ലറ്റും കഴിച്ചുകൊണ്ട് അവിടെ എല്ലാവരും സർപ്രൈസായിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 2 അങ്ങനെ എങ്ങനെയെങ്കിലും മുന്തിത്തള്ളി ഞാൻ വീട് വരെ എത്തിച്ചു ഗൈസ്. ഇനി നമ്മുടെ മൊമെന്റ് ഓഫ് ട്രൂത്ത്, നമ്മുടെ സർപ്രൈസ്. എന്താണ് സർപ്രൈസ് ആയ അച്ഛാ ഞാൻ കണ്ട് റിബണൊക്കെ ഉണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കിയതാ ഇത് ഏത് ലൈറ്റഡ് ഈ ചെറുത്? ഇയാള് Papa, I am so happy to be your daughter. I'm so lucky to have you as my dad. May this birthday bring you happiness. Love you, Papa. Thank you for everything that you have done for me. Happy birthday to you. Happy birthday to you. Happy birthday dear Achaja. Happy birthday. ഒരുപാട് മധുരം ഞാൻ ചേർത്തില്ല, നിങ്ങളെല്ലാം കഴിക്കും. ബ്രൗണി ഉള്ളാവോ? അച്ഛാ? അമ്മ എനിക്ക് പക്ഷെ പപ്പയുടെ മുഖം കണ്ടപ്പോ വിഷം വന്നു. എനിക്ക് പറയണോന്നുണ്ട്, പിന്നെ സർപ്രൈസിന്റെ മുഖം കാണാം. അല്ല, ഞാൻ ഇവിടെ വന്നപ്പോഴേ ഇരുട്ടായി കിടക്കുന്നുണ്ടപ്പോ അച്ഛന് മനസ്സിലായല്ലേ? ഒരു ഇതടിച്ച് കാരണം ഫ്രണ്ട് ഡോർ അടച്ചിടും. ബമ്മയ്ക്ക് ബ്രൗണി കൊടുത്തായിരുന്നോ? എല്ലാരും കൊടുത്തല്ലോ. ഫ്രണ്ട് ഡോർ അടച്ചിടും, അത് സ്വാഭാവികം. പക്ഷെ ഡോറിന്റെ ഇടയിൽ കൂടെ ഞാൻ നോക്കിയപ്പോ അകത്തും ഇരുട്ട്. അപ്പൊ എന്തോ അപ്പൊ പാട്ട് ഓൾറെഡി അച്ഛൻ കേട്ട് കഥ തുറന്നപ്പോഴല്ലേ? സർപ്രൈസ് ആയ ചാച്ചന്? അതല്ല അച്ഛൻ, പപ്പയ്ക്ക് മനസ്സിലായത് എന്തോ ഉണ്ടെന്നകത്ത്, അതുകൊണ്ടാണ് പപ്പ പതുക്കെ വന്നത്. ഇനി നമ്മുടെ മന്തി പാർട്ടി ഗായ്സ്. അപ്പം ബ്രദറും നാത്തൂനും പോയിട്ട് മന്തി വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. ഒരു ഫുൾ മന്തി പിന്നെ ഒരു ഹാഫ് മന്തിയും കൂടെ കാണാം. ഇനിയും ഒരാൾ കൂടി വരാനുണ്ട്, നമ്മുടെ ആനി. അപ്പം പുള്ളിക്കാരി ഓൺ ദ വേ ആണ്. സോ വി ആർ ഹാവിങ് എ ബർത്ത്ഡേ ഡിന്നർ ഗായ്സ്. മന്തി ഫാൻ കസിയാ ചിക്കൻ കട്ടയാണോ അല്ലേ? ബർത്ത്ഡേ പയ്യനുണ്ട്. ആനിയുടെ ഗിഫ്റ്റ് ക്യാരറ്റ് അല്ലോ. പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
ഞങ്ങൾ കൂടെ ഇയാൾ ഉണ്ടാക്കിയാണോ? അത് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി എന്തായാലും ഉണ്ടാക്കി, കുറച്ച് കൂടുതൽ ഉണ്ടാക്കി ഇങ്ങോട്ട് വരും. അച്ഛാ അത് പരീക്ഷണ വസ്തുവാ. അച്ഛാ കൊതിപ്പിച്ച് തിന്നല്ലേ? താ അച്ഛാ ഞങ്ങൾ കൂടെ ഇച്ചിരി. താ ഗൈസ്, അപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേ പൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ ഒരു സീനിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേയ്സ് അവർ ഭയങ്കര സ്പെഷ്യലാണെന്ന് അവർ ഫീൽ ചെയ്യിപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന, വർഷത്തിൽ ഒരു വട്ടം കിട്ടുന്ന ചാൻസാണ്. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ് ഗൈസ്. അപ്പോൾ നാളെ കാണാം. സീ യു ടുമോറോ.